ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഈ റോസ് ഫ്ലവർ ആണ് കേട്ടോ. ഇതെങ്ങനെ ചെയ്യലെന്ന് നമുക്ക് നോക്കാം. ആദ്യം 40 ചെയിൻ ഇടുക. അപ്പോൾ നമുക്ക് 40 ചെയിൻ ഇട്ട് തുടങ്ങാം കേട്ടോ. ആദ്യം ഊരാ കൊടുക്കിട്ട് എന്നിട്ട് ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. ഇനി 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അഞ്ചാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 40 ചെയിൻ ചെയ്തതിൻ്റെ ശേഷം 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് ചുറ്റി 4 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 2 3 4. എന്നിട്ട് നാലാമത്തെ ചെയിൻ 4 ചെയിൻ സ്കിപ്പ് ചെയ്ത് അഞ്ചാമത്തെ ചെയിനിക്ക് 1 2 3 4 അതിലൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒന്ന് ചുറ്റി 3 വരും സൂചിമേൽ, ഒന്ന് ചുറ്റി 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. വീണ്ടും ഒന്ന് ചുറ്റി 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇനി 2 ചെയിൻ ചെയ്യാം. ഇനി 1 2 ചെയിൻ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത അതേ സ്റ്റിച്ചിക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യാം. ഇനി 2 ചെയിൻ വീണ്ടും ഇവിടെ ഈ ചെയിനുമേൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 1 2 മൂന്നാമത്തെ ചെയിനിൽ ഫസ്റ്റ് നമ്മൾ 4 എണ്ണമാണ് സ്കിപ്പ് ചെയ്തത്. പിന്നെ 2 എണ്ണാട്ട ചെയ്യാം. ഇനി 2 എണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റി സൂചിമ 3 എണ്ണം വരുമ്പോൾ 2 പ്രാവശ്യം 2 എണ്ണം ആക്കി എടുക്കുക. വീണ്ടും 2 ചെയിൻ ചെയ്ത് ആ ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്ത് കൊടുക്കുക. ഇനി 2 ചെയിൻ സ്കിപ്പ് ചെയ്യാം. 1 2 മൂന്നാമത്തിൽ കുത്തി വീണ്ടും 2 ചെയിൻ. മനസ്സിലായില്ലേ? ആദ്യം 40 ചെയിൻ ചെയ്ത് പിന്നെ 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സൂചി നിൽക്കുന്ന ഭാഗത്തുനിന്ന് 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചെയിനിലൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്ത് പിന്നെ 2 ചെയിൻ ചെയ്ത് ആ ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ 40 ചെയിൻ ഇട്ട ചെയിനിൽ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും 2 ചെയിൻ ഇട്ട് ആ സ്റ്റിച്ചിൽ തന്നെ 40 ചെയിൻ ചെയ്ത ആ ഡബിൾ ക്രോഷ്യ ചെയ്ത ആ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്യട്ടാം. എന്താ അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ചെയ്യുമ്പം ഇങ്ങനെയാണ് ഇട്ട് വരിക. ക്ലിയർ ആവണ്ട? ഇതങ്ങനെ വരും. അപ്പോൾ ഇനി നമ്മൾ വർക്ക് ചെയ്യണത് ഈ ഓരോ കള്ളിൻ്റെ ഉള്ളിലുമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം 3 ചെയിൻ ഇടുക. 1 2 3. ഇനി ഈ ഒരു ഇതിൽ തന്നെ ഈ ഫസ്റ്റ് കള്ളിയിൽ തന്നെ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. ഒന്ന് ചുറ്റി ആ കള്ളിക്കിട്ട് 5 പ്രാവശ്യം കേട്ടോ. 1 2 3 4. 1 2 3 4. ഒന്നും കൂടെ. 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അതിൽ ചെയ്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ 5 എണ്ണം ചെയ്ത് ഇനി ഇതിൻ്റെ പെട്ടതാ ഒരു വരവരിന് നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യ ചെയ്ത സ്പേസാണത്. അവിടേക്ക് കുത്തിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം.
അവിടെ കുത്തിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത കള്ളിലേക്ക് കടക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലാണ്. ഇതിലും 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ എത്തുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ 5, ഇവിടെ സിംഗിൾ ക്രോഷ്യ, ഇവിടെ 5, ഇവിടെ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്യട്ടോ. ഇതാ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത സ്ഥലത്താണ് ഇതാ ഈ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം എല്ലാത്തിലും 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ വര പോലെ വരുന്ന ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ എല്ലാത്തിലും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, ഒറ്റ ഒന്നിടുക. കുറച്ച് നീളത്തിൽ നൂല് കട്ട് ചെയ്യുക. കുറച്ച് നീളത്തിൽ നൂല് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ, ഈ നൂലിങ്ങനെ വലിച്ച് കൊണ്ടുപോവുക. എന്നിട്ട് ഇതിപ്പോൾ ഇവിടെ ലോക്കായി, ഇവിടെ ടൈറ്റാക്കി കൊടുത്ത് ഇത് ലോക്കായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഭാഗം ഇങ്ങനെ ചെറുതാക്കി ചുരുട്ടി കൊടുക്കുക. നല്ല വൃത്തിക്ക് ചെറുതാക്കി ചുരുട്ടി കൊടുക്കുക. ഇതാ ഇങ്ങനെ ചെറുതാക്കി ചുരുട്ടിയിട്ട് നമ്മൾ നൂല് കുറച്ച് വലുപ്പത്തിലേറെ എടുത്തുക്കണമല്ലോ, അതിന് നമ്മളെ മറ്റേ പിന്നുണ്ട് ഒരു തലഭാഗം കുറച്ച് ഹോള് വലിയതായതാ ഈ സൂചി എടുക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെ തലഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇത്ര വലിച്ചെടുത്താൽ മതി കേട്ടോ, ഫുള്ളായിട്ടൊന്നും വലിക്കണ്ട. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും എത്തുന്ന കോലത്തിൽ ഊരിപ്പോരരുത്. ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇതാ അങ്ങനെ വരും. എന്നിട്ട് നൂലവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം എന്തെങ്കിലും ഒരു കമ്പി എടുത്തിട്ട് ഇവിടെ കുത്തി കൊടുത്താൽ ഈ നൂല് ഇതിമങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റിയാൽ ഇതാ ഫ്ലവറായി. ഇനി നമുക്ക് നാളെ ലീഫ് പഠിക്കട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.